Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബജറ്റ് ചർച്ചയിൽ നരേന്ദ്രമോദിയെയും BJPയെയും കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുരുക്കിയ പോലെ ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ കുരുക്കിയിരിക്കുന്നുവെന്ന് വിമർശനം. അദാനിയും അംബാനിയുമടക്കം 6 പേരാണ് ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നതെന്നും രാഹുൽ. സഭയിലില്ലാത്തവരുടെ പേര് പരാമർശിക്കരുതെന്ന് സ്പീക്കറും ചർച്ചയിൽ ഇടപെടാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ശ്രമിച്ചത് ലോക്സഭയെ പ്രക്ഷുബ്ധമാക്കി. लोकसभा स्पीकर को चैलेंज करके आज सदन के नेता प्रतिपक्ष ने इस गरिमा को गिराया है. He is creating problem. You are ruining my process. माननीय प्रतिपक्ष के नेता आपके सदस्य आपको नहीं बोलने देना चाहते. डिस्टर्बेंस वो कर रहे हैं. Sir, I understand, sir. കാച്ചിക്കുറുക്കിയ വാക്കുകളും മൂർച്ചയുള്ള ആരോപണങ്ങളും രാഹുൽ ഗാന്ധി ഉന്നയിച്ചതോടെ ലോക്സഭയിൽ ഭരണപക്ഷം പ്രതിരോധത്തിലായി. മോദി, അമിത്ഷാ, മോഹൻ ഭാഗവത്, അജിത് ഡോവൽ, അദാനി, അംബാനി എന്നീ 6 പേർ ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ കുരുക്കി നിയന്ത്രിക്കുകയാണെന്ന് രാഹുൽ. വിദ്യാർത്ഥികൾ, യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ അടക്കം എല്ലാവരെയും കേന്ദ്ര ബജറ്റിൽ അവഗണിച്ചു എന്നും വിമർശനം. फाइनेंस मिनिस्टर ने बजट में एक शब्द नहीं कहा है. युवाओं के लिए पेपर लीक सबसे जरूरी मुद्दा है. उन्होंने एक शब्द नहीं कहा है पेपर लीक के बारे में. एक बार उन्होंने पेपर लीक नहीं कहा और उल्टा जो एजुकेशन बजट में पैसा देना चाहिए था वो आपने 20 साल में सबसे कम पैसा दिया है. 2.5% ऑफ बजट इज गॉन टू एजुकेशन. അദാനി, അംബാനി പേരുകൾ രാഹുൽ ഉന്നയിച്ച ഓരോ ഘട്ടത്തിലും സ്പീക്കർ ഓം ബിർള ഇടപെട്ടു. ബജറ്റിന് മുൻപ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഹൽവയുണ്ടാക്കുന്ന ചിത്രം രാഹുൽ ഉയർത്തിക്കാട്ടിയതിനെ സ്പീക്കർ വിലക്കാൻ ശ്രമിച്ചതും ബഹളത്തിൽ കലാശിച്ചു. शिवजी के फोटो से डरते हैं सर. इस फोटो से डरते हैं अभी. पोस्टर नहीं आने दूंगा. गलत तरीका है. ഹിന്ദു വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന രാഹുലിന്റെ പരാമർശവും ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചു. കർഷകർക്ക് താങ്ങുവില ലഭിക്കാൻ നിയമനിർമ്മാണം, ജാതി സെൻസസ് എന്നിവ ഇന്ത്യ സഖ്യം പാർലമെന്റിൽ പാസ്സാക്കുമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചു. റിപ്പോർട്ടർ, ദില്ലി. ചോദ്യം ഇതാണ്, രാഹുൽ ഉത്തരം മുട്ടിച്ചു. ഇനിയിപ്പോൾ ബഡ്ജറ്റ് പ്രസംഗത്തിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം 2 തവണ പല കാര്യങ്ങളാൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഒന്ന്, സ്പീക്കർ തന്നെ ഇടപെട്ടു. സഭയിൽ ഇല്ലാത്തവരുടെ പേര് പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രസംഗത്തിൽ ഉടനീളം പരിഹാസമുണ്ടായിരുന്നു. അതിൽ ഉപമാ അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ രാമായണമാണ് നന്ദിപ്രമേയ ചർച്ചയിൽ വന്നതെങ്കിൽ ഇവിടെ മഹാഭാരതമാണ് കോട്ട് ചെയ്യപ്പെട്ടത്. ഉത്തരം മുട്ടിച്ചോ? നിശ്ചയമായും ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ബജറ്റ് പ്രസംഗം എന്ന് പറയുന്നത് കൃത്യമായൊരു രാഷ്ട്രീയ പ്രസംഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ അടിസ്ഥാന പ്രമാണമായി സ്വീകരിക്കുന്നത് മോഹൻ ഭഗവത് എന്ന RSSൻ്റെ സർസംഘചാലക് അടുത്ത ദിവസം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം എത്ര വ്യക്തതയോടുകൂടിയാണ് RSSൻ്റെ തന്നെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായ BJP നേതാക്കൾക്കൊരു സന്ദേശം നൽകിയത്. അദ്ദേഹം പറഞ്ഞത്, നോക്കൂ, രാജ്യത്തൊരു പ്രതിപക്ഷം അനിവാര്യമാണ്. ഇവിടെ നമ്മളാരും അതിമാനുഷ്യരോ ദൈവങ്ങളോ അല്ല. നമ്മൾ കേവലം മനുഷ്യരാണ്. നമ്മളുടെ വിശ്വാസങ്ങൾ മാത്രമാണ് ശരി എന്ന് ധരിക്കുന്നത് തെറ്റാണ്. ഏതൊരു വിഷയത്തിനും മറ്റൊരു പക്ഷവും മറ്റൊരു വീക്ഷണവും ഉണ്ടാകും. അതിനെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകണം. ഇത് RSSൻ്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിലെ വരികളാണ്. അപ്പോൾ അദ്ദേഹം ഈ സന്ദേശം നൽകുന്നത് ആർക്കാണ്? BJPയുടെ നേതൃത്വത്തിനാണ്. അത് പ്രത്യേകമായും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും തന്നെയുള്ള സന്ദേശമാണ്. ഇനിയിപ്പോൾ RSS സർസംഘചാലക് പറഞ്ഞിട്ടുള്ള ഈ കാര്യം പഠിക്കാനുള്ളൊരു ബാധ്യത ഒരാൾക്ക് കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ഇന്ന് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അത് പാർലമെൻ്ററി കാര്യമന്ത്രിയായ കിരൺ റിജിജു ആണ്. അദ്ദേഹത്തിന് ഈ പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക നിലയിലേക്ക് അദ്ദേഹം ഉയർന്നിട്ടില്ല എന്നുള്ളത് ഖേദകരമായൊരു കാര്യമാണ്. ഇനി ഈ ബജറ്റ് പ്രസംഗത്തിലേക്ക് വന്നാൽ എത്ര കൃത്യമായാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഈ ബജറ്റിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ബജറ്റ് വിഭാവന ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ വിഷയങ്ങളെ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തതയോട് സംസാരിച്ചത്. ബജറ്റിനെ പ്രകീർത്തിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണപക്ഷമുള്ളത്, ട്രഷറി ബെഞ്ച് ഉള്ളത്. അവരാ കർമ്മം നിർവഹിക്കും. മറുപക്ഷത്ത് ആ ബജറ്റിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. രാജ്യത്ത് അതിശക്തമായൊരു പ്രതിപക്ഷത്തെ തെരഞ്ഞെടുത്ത് ജനങ്ങൾ അയച്ചിരിക്കുന്നത് തന്നെ സർക്കാരിന് വന്നിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരമൊരു അന്തരീക്ഷം ഇപ്പോൾ ഈ പാർലമെൻറ്റിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഏറ്റവും സുപ്രധാന കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത്,
രാജ്യത്തിൻ്റെ അന്നദാതാക്കളായുള്ള കർഷകരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഈ സർക്കാരും ബജറ്റും എങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നോക്കൂ, നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഈ മനുഷ്യർ ഇപ്പോഴും ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ സമരവുമായി ഇരിക്കുമ്പോൾ അവരുടെ വിഷയത്തെ അഭിസംബോധന ചെയ്യാതെ ഒരു ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ജനവിരുദ്ധമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അധികമൊന്നുമില്ലല്ലോ ഈ പറയുന്ന അന്നദാതാക്കളെന്ന് നാഴികക്ക് 40 വട്ടം നരേന്ദ്രമോദി പറയുന്ന ഈ ഇന്ത്യൻ കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ആവശ്യമേ ഉള്ളൂ. അതെന്താണ്? ലീഗലി ഗ്യാരണ്ടീഡ് MSP എന്ന് പറയുന്നതാണ്, അല്ലേ? തങ്ങൾ കൃഷി ചെയ്യുന്ന വിളയ്ക്ക് കമ്പോളത്തിൽ കൃത്യമായി വില കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെയാണ് ഇന്ത്യയിലെ കർഷകർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൃത്യമായ താങ്ങുവില അവരുടെ വിളകൾക്ക് നൽകണം എന്നുള്ള ആവശ്യം വളരെ പ്രധാനമാണ്, പരമപ്രധാനമാണ്. ഈ രാജ്യത്തിൻ്റെ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ അഹോരാത്രം പണിയെടുക്കുന്ന കർഷക ജനവിഭാഗങ്ങളുടെ ഏറ്റവും അടിയന്തരവും അടിസ്ഥാനപരവുമായ ആവശ്യത്തെ ഈ ബജറ്റ് അഭിസംബോധന ചെയ്തിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു ചെറിയ വിമർശനമാണോ? ഇപ്പോഴും നമ്മളിങ്ങനെയൊന്ന് സംസാരിക്കുമ്പോഴും രാജ്യത്തെ കർഷകർ സമരത്തിൽ തന്നെയാണ്, അവരങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറയുന്നത്, നോക്കൂ, ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഞങ്ങൾ ആ നിമിഷം ആദ്യം തന്നെ ഈ നിയമം പാസ്സാക്കുന്നതാണ്. നമ്മുടെ രാജ്യത്ത് എത്രയെത്ര നല്ല നല്ല നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടെന്നേ. തൊഴിലുറപ്പ് നിയമം പാസ്സാക്കിയിട്ടുള്ള ഒരു രാജ്യമല്ലേ നമ്മുടേത്. അതേപോലെ തന്നെ ഭക്ഷണം മൗലികാവകാശമാക്കിയിട്ടുള്ള ഒരു രാജ്യമല്ലേ നമ്മുടേത്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയിട്ടുള്ള ഒരു രാജ്യമല്ലേ നമ്മുടേത്. അപ്പോൾ ആ അർത്ഥത്തിൽ എത്രയോ നല്ല നല്ല നിയമങ്ങൾ പാസ്സാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കർഷകരുടെ ഏറ്റവും അടിയന്തരമായ ഒരു ആവശ്യത്തെ അഭിസംബോധന ചെയ്ത് അങ്ങനെ ഒരു നിയമം പാസ്സാക്കാൻ ശ്രമിക്കാതിരുന്ന സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റപ്പെടുത്തലിൻ്റെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ലാതെ അക്കാര്യത്തിൽ വിരളി പിടിക്കുകയല്ല ഒരു ട്രഷറി ബെഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രശ്നം എന്താ? അൺഎംപ്ലോയ്മെൻ്റ് അല്ലേ? നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന 2 യുവാക്കളിൽ ഒരാൾക്ക് തൊഴിലില്ല എന്നേ. ഈ വിഷയമാണ് യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയായത് BJPക്കും NDAക്കും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. എങ്ങനെയാണ് രാജ്യത്ത് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്? അത് ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ രാജ്യത്ത് വ്യാപകമാകുമ്പോഴാണ്. ആ ഇടത്തരം ചെറുകിട വ്യവസായങ്ങളെ വ്യാപകമാക്കുന്നതിന് വേണ്ടിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും എന്തെങ്കിലും നടപടി ഈ ബജറ്റിലുണ്ടോ എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. എന്താണ് അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, പണ്ട് അരുൺ ജെയ്റ്റ്ലി ഉപയോഗിച്ച വാക്കാണ് കേട്ടോ. ധനമന്ത്രിയായിരിക്കും അദ്ദേഹമാണ് ടാക്സ് ടെററിസം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, അല്ലേ? നികുതി ഭീകരത. അതിപ്പോൾ തിരിച്ച് രാഹുൽ ഗാന്ധി പ്രയോഗിക്കുകയാണ് ചെയ്തത്. ഈ പറയുന്ന ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുന്നതിന് പകരം വൻകിട കുത്തകകളെ പ്രോത്സാഹിപ്പിക്കുകയും കോർപ്പറേറ്റ് ടാക്സുകളിൽ ഇളവ് വരുത്തുകയും ചെയ്യുന്ന സാമ്പത്തിക നടപടി എന്ന് പറയുന്നത് രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതാക്കാൻ, തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ പര്യാപ്തമല്ല എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഈ ബജറ്റിനെതിരായിട്ടുള്ള കൃത്യമായ വിമർശനമല്ലേ? മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാജ്യത്തെ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. അത് കൃത്യമായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ബജറ്റിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറ്റവും കുറവ് നീക്കിയിരിപ്പ് നടത്തിയ ബജറ്റാണ് കേട്ടോ ഈ ബജറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ 2.5%, അതായത് ആകെ ബജറ്റ് തുകയുടെ 2.5% മാത്രമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത്. രാജ്യത്ത് ഉത്തമ പൗരന്മാരെ വളർത്തിയെടുക്കേണ്ട വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന തുക കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഏറ്റവും കുറവായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ശക്തമായ വിമർശനമല്ലേ? മാത്രവുമല്ല, നമ്മൾ ഈ പിള്ളേർക്കൊന്നും പോയിട്ട് പരീക്ഷ എഴുതാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ എന്നേ. എങ്ങനെ പരീക്ഷ എഴുതും? ചോദ്യപേപ്പർ ചോർച്ചയാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ 10 വർഷമായിട്ട് 70 തവണയാണ് ചോദ്യപേപ്പറുകൾ ചോർന്നിരിക്കുന്നത്. മധ്യപ്രദേശിലെ വ്യാപം അഴിമതി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉത്തർപ്രദേശിൽ ചോദ്യപേപ്പർ ചോരുന്നു. ഇവിടെ ഇപ്പോൾ കേരളീയരായിട്ടുള്ള മലയാളികളായിട്ടുള്ള കുട്ടികൾ അടക്കം എഴുതിയ നീറ്റ് പരീക്ഷയുടെ അവസ്ഥ എന്താണ്? അക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു? ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കപ്പെടേണ്ടതല്ലേ? അതൊക്കെ കൃത്യമായി ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത്. എന്ന് മാത്രവുമല്ല, ഏറ്റവും റിയലായ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഇന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ചുന്നയിക്കുന്നുണ്ട്. അത് ജാതി സെൻസസിൻ്റെ പ്രശ്നമാണ്, അല്ലേ? ഇന്നിപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നം എന്താണ്? ഈ ബജറ്റ് എന്ന് പറയുന്നത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അവകാശപ്പെട്ട ഒരു ഹൽവയാണ് എന്നാണ്. അതൊരു ഭക്ഷണമാണ്. ആ ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത് 20 ഉദ്യോഗസ്ഥരാണ്. ആ 20 ഉദ്യോഗസ്ഥരുടെയും പേര് വിവരങ്ങൾ തൻ്റെ പക്കലുണ്ടെന്നും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിർമ്മല സീതാരാമന് ഞാനത് പറഞ്ഞു തരാമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ആ 20 പേരിൽ ആകപ്പാടെ മൈനോറിറ്റിയിൽ നിന്ന് ഒരാൾ, പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഒരാൾ, ബാക്കി 18 പേര് മുന്നാക്ക വിഭാഗങ്ങളിൽ നിന്നാണ്. ആ 18 പേരെ വെച്ചുകൊണ്ടാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നതെന്ന് കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഈ 2 പേര് മനഃപൂർവ്വമാണോ എന്നറിയില്ല, അല്ലാതെ അറിയാതെ സംഭവിച്ചാണോ എന്നറിയില്ല. എന്തായാലും ആ 2 പേരില്ല അവിടെ. ഇനിയിപ്പോൾ അതല്ലല്ലോ പ്രശ്നം. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താ? രാജ്യത്തെ 3% മാത്രം വരുന്ന വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഒരു ബജറ്റ് തയ്യാറാക്കുന്നു.
അത് ആർക്ക് വേണ്ടിയിട്ടാണ്? 3% മാത്രം പേർക്ക് ഗുണഭോക്താക്കളാകുന്ന ഒരു ബജറ്റാണ് തയ്യാറാകുന്നത്. ബാക്കി 94% ആളുകളും ഈ ബജറ്റിന് പുറത്താണ്. നോക്കൂ, അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ആ വിഭാഗത്തിൽ നിന്നുണ്ടാവണം. ആ വിഭാഗത്തിൽ നിന്നുണ്ടാവുമ്പോഴേ അങ്ങനെ ഒരു തരത്തിൽ വലിയൊരു വിശാല മനസ്കതയോടുകൂടി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക സാമുദായികമായ ഫാബ്രിക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുഗുണമാകും വിധത്തിലൊരു ബജറ്റ് രൂപീകരിക്കണമെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണമെന്നേ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പാർലമെൻറ്റിൽ നിയമനിർമ്മാണമൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തും എന്തിനാണ് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? SC/ST സംവരണം എന്തിനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്? SC/ST സംവരണം കൊണ്ടുവന്നിരിക്കുന്നത് ആ വിഭാഗത്തിൽ നിന്ന് കൃത്യമായ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുമ്പോഴേ നിയമനിർമ്മാണത്തിൽ ആ വിഭാഗത്തിൻ്റെ കൂടി അഭിപ്രായം കണക്കിലെടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുത്തുള്ളൂ. അപ്പോൾ അതേപോലെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനം വേണം, എന്നാലേ ആ വികാരം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സാമുദായിക അസമത്വത്തെ അടിസ്ഥാനപരമായി അഭിസംബോധന ചെയ്യാനുള്ള ഒരു പ്രക്രിയയും ഈ ബജറ്റിലില്ല എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ നിരന്തരം മുന്നോട്ട് വയ്ക്കുന്ന ജാതി സെൻസസ് എന്ന് പറഞ്ഞ പ്രശ്നമാണ്. ആ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായി. നോക്കൂ, ജാതി സെൻസസിന് വേണ്ടി വാദിച്ച ആളാണ് കേട്ടോ ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന നിതീഷ് കുമാർ. ഈ പറയുന്ന ബീഹാറിലേക്ക് വലിയ പദ്ധതികൾ പോയി, ആന്ധ്രാപ്രദേശിലേക്ക് വലിയ പദ്ധതികൾ പോയി, പക്ഷേ ജാതി സെൻസസ് എന്നൊരു വിഷയത്തെക്കുറിച്ച് ബജറ്റിലോ ബജറ്റിൻ്റെ പ്രസംഗത്തിലോ ഇല്ല. ഇതിപ്പോൾ ഒരു നയപരമായ പ്രശ്നമാണ്, സർക്കാരിന് വേണമെങ്കിൽ മറ്റൊരു സമയത്ത് വേണമെങ്കിലും ഇത് അവതരിപ്പിക്കാം. പക്ഷേ ഈ പ്രശ്നം രാജ്യത്തിൻ്റെ അടിയന്തര പ്രശ്നമാണെന്ന് ലഭിക്കുന്ന അവസരത്തിൽ പറയണ്ടേ? അത് പറയുവാനുള്ള മര്യാദ കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മുഖ്യ നേട്ടമായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചൊരു വിഷയമുണ്ട്. അതെന്താണെന്നറിയാമോ? നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം ഞങ്ങൾ ഇല്ലാതാക്കി എന്നാണ് പറഞ്ഞത്. ഭയമില്ലാതാക്കി. നിങ്ങൾക്ക് ഭയമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഭയമില്ല. മാത്രമല്ല, നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കി, കോൺഫിഡൻസ് ഇല്ലാതാക്കി. ആ കോൺഫിഡൻസ് ഇല്ലാതാക്കിയതുകൊണ്ട് അദ്ദേഹം എൻ്റെ പ്രസംഗം കേൾക്കാൻ വരുന്നില്ലെന്ന് മാത്രമല്ല, ഇനി ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഉടനീളം അദ്ദേഹം എൻ്റെ പ്രസംഗം കേൾക്കാൻ വരികയുമില്ല എന്നൊരു പ്രവചനവും കൂടി നടത്തിയിട്ടുണ്ട്. നോക്കൂ, ഈ അർത്ഥത്തിലൊക്കെ പ്രതിപക്ഷം വളരെ ശക്തമായിരിക്കുന്നു. രാജ്യത്തൊരു പ്രതിപക്ഷമുണ്ട്. ഈ പറയുന്ന സർക്കാരിൻ്റെ എന്ത് ചെയ്തികളെയും ചോദ്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നേതാക്കൾ ആത്മവിശ്വാസത്തോടുകൂടി ഇന്ത്യൻ പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ആ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ ജനത 2024 വിധി എഴുതിയത്. ആ വിധിയെ അനുസരിച്ചുകൊണ്ട് അവസരത്തിനൊത്ത് ഉയരുന്നൊരു പ്രതിപക്ഷത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സഭാ സമ്മേളനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ പ്രത്യേകതയായും ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു ഇടവേള പോയി വരാം. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. രാഹുൽ ഉത്തരം മുട്ടിച്ചു എന്നാണ് ചോദ്യം. രാഹുലിൻ്റെ പാർലമെൻറ്റിലെ ഇന്നത്തെ പ്രസംഗം ആക്രമണോത്സുകനായ ഒരു പോരാളിയുടെ രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു. അത് യഥാർത്ഥത്തിൽ അഭിമന്യുവിനെയാണ് ഉപമയായി എടുത്തതെങ്കിലും അർജുനൻ്റെ വൈഭവമാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചത് എന്നാണ് എൻ്റെ പക്ഷം. എന്നാൽ സ്ഥിതിവിവര കണക്കുകളോ ഒരു ബഡ്ജറ്റിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ സ്ഥിതിവിവര കണക്കുകളോ ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗം നടത്തുന്നതിനുമപ്പുറം വളരെ ആലങ്കാരികമായി എന്നാൽ കുരുക്കുകൊള്ളുന്ന പ്രയോഗങ്ങളിലൂടെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ അതിൽ ചില പ്രത്യേകതകൾ എനിക്ക് എടുത്ത് കാണിക്കാൻ തോന്നുന്നു. അതിലൊന്ന്, നന്ദിപ്രമേയ ചർച്ച നടക്കുന്ന സമയത്തും ബഡ്ജറ്റിൻ്റെ പ്രസംഗവേളയിലും രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന ശൈലിയും രീതിയും എന്ന് പറയുന്നത് ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളെ എടുത്ത് ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുന്ന രീതിയാണ്. അത് വളരെ ബോധപൂർവമാണ്. കാരണം ഇന്ത്യയുടെ പൊതുബോധത്തിൽ ആഴ്ന്നിരിക്കുന്ന അഥവാ ഇന്ത്യയുടെ പൊതുബോധത്തിൽ ഏറ്റവും കൂടുതൽ നിലീനമായിരിക്കുന്ന ഒരു വികാരത്തെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മൂലധനമായി ഉപയോഗിച്ച ഒരു ഭരണപക്ഷത്തെ നേരിടാൻ അതേ ആശയത്തെ അതേ അളവിൽ തിരിച്ചു പ്രയോഗിക്കുക എന്നതാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ഒരു പോരാളിയായ അർജുനൻ്റെ വൈഭവം ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ കാണിച്ചു. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ആ ചക്രവ്യൂഹത്തെ ഭേദിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അന്ന് നന്ദിപ്രമേയ ചർച്ചയിൽ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, രാഹുൽ ഗാന്ധി ശിവനെക്കുറിച്ചും ശിവന്റെ തൃശൂലത്തെക്കുറിച്ചും അഭയമുദ്രയെക്കുറിച്ചും സൂചിപ്പിച്ചു. അന്ന് മേഘനാഥനെയും കുംഭകർണനെയും കേൾക്കുന്ന രാവണനെ പോലെയാണ് മോദി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആരായിരുന്നു മേഘനാഥൻ, ആരായിരുന്നു കുംഭകർണൻ? അതിലൊന്ന് അദാനി, ഒന്ന് അംബാനി. അതേ അദാനിയെയും അംബാനിയെയും ഇത്തവണ രാമായണത്തേക്കാൾ മഹാഭാരതത്തിലെ ഈ ചക്രവ്യൂഹം എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും പ്രതിഷ്ഠിക്കുന്നതും നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലെ ചക്രവ്യൂഹത്തിന് 8 ചുറ്റുകളുണ്ട്. ആ 8 ചുറ്റുകൾക്കുള്ളിൽ കടന്ന അഭിമന്യു പിന്നീട് തിരിച്ചു വരാതെ ഉള്ളിൽ കുടുങ്ങിപ്പോകുമ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന ഉപമ 6 പേർ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ചക്രവ്യൂഹത്തിൽ പെട്ടുപോയ അഭിമന്യുവിനെ പോലെയാണ് ഇന്ത്യയിലെ യുവജനങ്ങൾ, ഇന്ത്യയിലെ കർഷകർ, ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഇന്ത്യ തന്നെയും ചക്രവ്യൂഹത്തിൽ പെട്ടിരിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. വളരെ ആവേശകരമായ പ്രസംഗമാണ്. നമ്മളത് കേൾക്കുന്ന സമയത്ത് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പാർലമെൻറ്റിൽ നടക്കുന്ന ചർച്ചയിലെ ഒരുപക്ഷെ കണക്കിങ്ങനെ
വെച്ചുകൊണ്ട് പ്രസംഗിക്കേണ്ടേ എന്നൊരു ചോദ്യം മാറ്റി നിർത്തിയാൽ വളരെ ആവേശകരമായ ഒരു രാഷ്ട്രീയ പ്രസംഗമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ കുറച്ച് ഗവേഷണമൊക്കെ ചെയ്തു, അപ്പോൾ ചക്രവ്യൂഹം എന്നുള്ളതിന് മറ്റൊരു പേര് കൂടിയുള്ളതായി മനസ്സിലാക്കാൻ സാധിച്ചു. അത് പത്മവ്യൂഹം എന്നാണ്. പത്മം എന്നാൽ താമര. ഈ താമരയാണല്ലോ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അങ്ങ് നെഞ്ചത്തണിഞ്ഞിരിക്കുന്നത്. ആ താമരയിൽ കൊണ്ട് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന പത്മവ്യൂഹത്തിലാണ് ഇന്ത്യ പെട്ടിരിക്കുന്നത്. പുറത്തു വരാനറിയാതെ ഒരു ഇന്ത്യ അവിടെ ഉഴലുന്നുണ്ട്. അതിനെ സൃഷ്ടിച്ചിരിക്കുന്നതും അതിനെ ബന്ധിച്ചിരിക്കുന്നതും 6 പടയാളികളാണ് എന്ന് പറയുന്നു. അതിലൊരു പടയാളി മോദി, രണ്ടാമത്തെ പടയാളി അമിത്ഷാ, മൂന്നാമത്തെ പടയാളി RSS ചീഫ് മോഹൻ ഭഗവത്, നാലാമത്തെ പടയാളി ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ. 5ഉം 6ഉം സ്ഥാനത്തുള്ളത് A1 A2 എന്ന് പിന്നീട് സ്പീക്കറിന്റെ ഇടപെടലിന് ശേഷം വിശേഷിപ്പിച്ച അംബാനിയും അദാനിയും. ഈ 6 പേർ നിയന്ത്രിക്കുന്ന ചക്രവ്യൂഹത്തിനുള്ളിൽ ഇന്ത്യ പെട്ടുപോയി എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് 3ആയി നമുക്ക് ചുരുക്കാം. 1, ഈ രാജ്യവും ഈ ബഡ്ജറ്റും പ്രതിനിധാനം ചെയ്യുന്നത് ക്രോണി ക്യാപിറ്റലിസത്തെയാണ്, അത് കുത്തക മുതലാളിത്തത്തെയാണ്. 2, ഈ സ്റ്റേറ്റും ഈ ബഡ്ജറ്റും നരേന്ദ്രമോദി സർക്കാരും പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ഡീപ് സ്റ്റേറ്റിനെയാണ്. അതുകൊണ്ടാണ് അവിടെ അജിത് ഡോവലിനെ കൊണ്ടുവരുന്നത്. 3ാമത്തത്, ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റേത് ഒരു രാഷ്ട്രീയ മേധാവിത്വം, രാഷ്ട്രീയ മൊണോപ്പൊളിയാണ്, രാഷ്ട്രീയ കുത്തക ഭരണമാണ് എന്ന് പറഞ്ഞാൽ ഈ 3 ആശയങ്ങളും ഇന്നത്തെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ കുത്തക മുതലാളിത്തത്തെക്കുറിച്ച് പറയുമ്പോൾ അംബാനിയും അദാനിയുടെയും പേര് പറയുന്നു, മോഹൻ ഭഗവത്തിൻ്റെ പേരും അജിത് ഡോവലിൻ്റെ പേരും പറയുമ്പോൾ സഭയിലുള്ളവർ ഇല്ലാത്തവരുടെ പേര് പറയുന്നത് ചട്ടലംഘനമാണ് എന്ന് സ്പീക്കർ പറയുന്നു. രാഹുൽ ഗാന്ധി അതിന് പിൻവാങ്ങിയതിന് ശേഷം പറയുന്നുണ്ട് A1 A2 നിങ്ങൾ അല്ലെങ്കിൽ 2, 3, 4 എന്ന നമ്പറുകളിലായിട്ട് ഞാനിത് പറയാമെന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു കണക്ക് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ 24% പോർട്ടുകൾ, ഇന്ത്യയിലെ പോർട്ടുകളിൽ 24% നിയന്ത്രിക്കുന്നത് അദാനിയാണ്. ഇന്ത്യയിലെ കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിൻ്റെ 54% അദാനിയുടെ പോർട്ടുകളിലൂടെയാണ്. അത് വിഴിഞ്ഞത്തടക്കം. സ്വാഭാവികമായും കേരളത്തിലടക്കം വിഴിഞ്ഞത്തിൽ അദാനിയെ സ്വാഗതം ചെയ്തത് UDFിൻ്റെ സർക്കാരാണ്, അത് നടപ്പിലാക്കിയത് LDFിൻ്റെ സർക്കാരാണ്. അദാനിയെ കുറ്റം പറയാൻ അവർക്ക് എന്ത് അധികാരമെന്ന് തിരിച്ചൊരു ചോദ്യമുണ്ടാവും. പക്ഷേ ക്രോണി ക്യാപിറ്റലിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന് ലളിതമായ ഒരു ഉപമയുണ്ട്. നോക്കൂ, അദാനി ഓസ്ട്രേലിയയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന കൽക്കരി ഖനികളിൽ നിന്ന് കയറ്റിവിടുന്ന കൽക്കരി അദാനി തന്നെ നിർമ്മിച്ച പോർട്ടുകളിലൂടെ, തുറമുഖങ്ങളിലൂടെയും വിമാനത്താവളങ്ങളിലൂടെയും ഇന്ത്യയിലെത്തിച്ച് അദാനിയുടെ കറണ്ട് ഉൽപ്പാദിപ്പിച്ച് അദാനിയുടെ കേബിളുകൾ വഴി വീട്ടിലെത്തിക്കുന്ന വീടുകളിൽ, അദാനിയുടെ സിമെൻറ്റ് ഫാക്ടറികളിൽ നിന്ന് സൃഷ്ടിച്ച സിമെൻറ്റ് കൊണ്ട് നിർമ്മിച്ച വീടുകളിൽ, അദാനിയുടെ ഗ്യാസ് ഫാക്ടറികളിൽ നിന്ന് കുഴിച്ചെടുത്ത് അദാനിയുടെ ഗ്യാസ് കണക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, എനർജി ഉപയോഗിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നൊരു സംവിധാനമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ലോകത്തൊരിടത്തും ഇതേപോലെ ഒരു സാധാരണ മനുഷ്യജീവിതത്തെ ഏകദേശം 70-80% ചുറ്റിവളയുന്ന രീതിയിൽ ഒരു മുതലാളിയും വളർന്നിട്ടില്ല എന്നൊരു കണക്കാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതാണ് രാഹുൽ ഗാന്ധി പറയുന്ന അദാനിയും അംബാനിയുടെയും കയ്യിൽ നിങ്ങൾ രാജ്യത്തിൻ്റെ മൊണോപ്പൊളി ക്യാപിറ്റലിസം, ക്രോണി ക്യാപിറ്റലിസത്തെ വെച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ ക്രോണി ക്യാപിറ്റലിസം എന്നുള്ളതാണ് പത്മവ്യൂഹത്തിൻ്റെ ഒരു ഇതളായി രാഹുൽ ഗാന്ധി പറയുന്നത്. രണ്ടാമത്തേത് ഡീപ് സ്റ്റേറ്റ്. നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, ഇൻകം ടാക്സ്, ഈ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റായി ഇന്ത്യ പ്രവർത്തിക്കുന്നു. എന്താണ് ഡീപ് സ്റ്റേറ്റ്? നമ്മൾ തുർക്കിയിലൊക്കെ കണ്ടിട്ടുണ്ട്. കമാൽ അറ്റാതുർക്കിൻ്റെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ഭരണകൂടത്തിൻ്റെ പിന്തുണയില്ലാതെ തന്നെ, എന്നാൽ ഭരണകൂടത്തെ ന്യായീകരിക്കാൻ വേണ്ടി സമാന്തരമായി പ്രവർത്തിക്കുന്ന ഒരു മിലിറ്ററി സംവിധാനം, ഒരു നെറ്റ്വർക്ക് സംവിധാനമുണ്ട്. അതാണ് ഇവിടെ RSSൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. അജിത് ഡോവലിനെയും മോഹൻ ഭഗവതിനെയും അദ്ദേഹം ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ആശയത്തെ പ്രതിനിധാനം ചെയ്യാനാണ്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തെ പ്രതിനിധാനം ചെയ്യാനാണ്. അങ്ങനെ ഇന്ത്യയിൽ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കിക്കൊണ്ട് ഭരണകൂടത്തിന് സമാന്തരമായി തന്നെ ഒരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നു. ആ ഗൂഢമായിട്ടുള്ള സ്റ്റേറ്റ്, ആ ഗൂഢമായിട്ടുള്ള രാഷ്ട്രീയം യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത് ഈ ഭരണകൂടത്തെ താങ്ങി നിർത്തുന്ന ഒരു പവർഫുൾ ഫോഴ്സാണ് എന്നാണ്. മൂന്നാമത്തത് രാഹുൽ ഗാന്ധി പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കുത്തകയാണ്, അഥവാ കുത്തക രാഷ്ട്രീയം. ഒരു BJPക്കുള്ളിൽ നരേന്ദ്രമോദിയുടെ മാത്രം ആധിപത്യം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, അമിത്ഷാ എപ്പോഴെങ്കിലും പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചാൽ ദാ അപ്പം തീർന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നത്തെ പ്രസംഗത്തിൽ പറയുന്നത്. ആ പ്രസംഗത്തിലുടനീളം ആ ഉപമകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു. ആ അർത്ഥത്തിൽ നന്ദിപ്രമേയ പ്രസംഗത്തിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് ബഡ്ജറ്റിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നടത്തുന്നത്. ഒരു കണക്ക് കൂടി നേരത്തെ ബഡ്ജറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിനും ഒരു തുടർച്ചയുണ്ട് കേട്ടോ. നേരത്തെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഈ സഭയിലെ ഈ സർക്കാരിൻ്റെ എല്ലാ നയപരമായ തീരുമാനങ്ങളും എടുക്കുന്ന സെക്രട്ടറിമാരുടെ എണ്ണം നിങ്ങളൊന്ന് നോക്കൂ. മൊത്തം സെക്രട്ടറിമാർ 90. അതായത് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഏറ്റവും ഉന്നതാധികാരത്തിലിരിക്കുന്ന
ഓരോ വകുപ്പിലെയും സെക്രട്ടറിമാരുടെ എണ്ണം എടുത്താൽ 90 സെക്രട്ടറിമാരിൽ കേവലം 3 പേർ മാത്രമാണ് OBC ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെന്ന് ഇതേ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ആ കണക്കിനെ ഒരിക്കൽ കൂടി അദ്ദേഹം ബഡ്ജറ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം റീപ്ലേസ് ചെയ്യുകയാണ്. ഇവിടെയാണ് അദ്ദേഹം ഈ അസമത്വത്തിനെതിരെ, സാമ്പത്തിക അസമത്വത്തിനെതിരെ, പ്രാതിനിധ്യമില്ലായ്മയ്ക്കെതിരെ ഒക്കെയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമായി നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ച് അഭിമന്യുവായി തീർന്നുവെങ്കിൽ ഇപ്പോൾ അതെല്ലാം ഭേദിച്ചു വരാൻ കഴിയുന്ന ഒരു അർജുനായി രാഹുൽ ഗാന്ധി മാറുന്നു എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് ഇതൊരു തുടർച്ച കൂടിയാണ്. രാഹുൽ പറയാൻ ശ്രമിക്കുന്ന, നിരന്തരം രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന 3-4 ആശയങ്ങളിൽ ഒന്ന്, ഈ രാജ്യം ഒരു കുത്തക മുതലാളിത്തത്തിൻ്റെ കയ്യിലേക്ക്, ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ കയ്യിലേക്ക് പെട്ടുപോയിരിക്കുന്നു. രണ്ടാമത്തത്, ഈ രാജ്യം ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ കൈകളിലാണ്. അവിടെ ഭരണപക്ഷം ഡീപ് സ്റ്റേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ജനതയെ നിയന്ത്രിക്കുന്നു, സമൂഹത്തെ നിയന്ത്രിക്കുന്നു. മൂന്നാമത്തത്, ഇവിടെ ഒരു കുത്തക രാഷ്ട്രീയം വളർന്നു വരുന്നു. അത് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുന്ന രാഷ്ട്രീയമാകുന്നു. അത് ഏകാധിപത്യമായിട്ട് പ്രവണതയായിട്ട് വളരുന്നു. നാലാമത്തത്, അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, ഈ രാജ്യത്ത് അസമത്വം കൊടികുത്തി വാഴുന്നു. അത് ജാതിയുടെ പേരിൽ, പ്രാതിനിധ്യമില്ലായ്മയുടെ പേരിൽ, സാമ്പത്തിക അന്തരത്തിൻ്റെ പേരിൽ അത് ശക്തമാകുന്നു എന്നുകൂടി ഒരു കണക്ക് കൂടിയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് എന്ന ഹലുവ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് 73% വരുന്ന OBC ദളിത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ നിങ്ങൾ കാണാതെ പോവുകയും അത് 3% വരുന്ന എലീറ്റ് അപ്പർ കാസ്റ്റിൻ്റെ ഒരു പൈ ആയി തീരുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നത്. ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയിലെ ബഡ്ജറ്റ് പ്രസംഗം ഒരു പരിധിവരെ ഇന്ന് സർക്കാരിനെ ഉത്തരം മുട്ടിച്ചു. കണക്കുകൾക്കും അപ്പുറം ഉപമകളും അലങ്കാരങ്ങളും ആ പ്രസംഗത്തിലുണ്ടായിരുന്നു. അതൊരു രാഷ്ട്രീയ പ്രസംഗമായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു തുടർച്ച കൂടിയാണ്. നന്ദി പ്രമേയ പ്രസംഗം മുതൽ ഇവിടം വരെ രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത് ഹിന്ദു ആശയങ്ങളും ഹിന്ദു മിത്തോളജിയിൽ നിന്നുള്ള കഥാസന്ദർഭങ്ങളും എടുത്തുകൊണ്ട് അതേ ആശയത്തിൻ്റെ പുറത്ത് പടുത്തുയർത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നു എന്നതാണ്. രാഹുൽ ഉത്തരം മുട്ടിച്ചു എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് എൻ്റെ ഉത്തര ചോദ്യം. സ്മൃതി, രാഹുൽ ഉത്തരം മുട്ടിച്ചു. രാഹുലിൻ്റേത് ഹിന്ദുത്വക്കെതിരെ ഹിന്ദു ആശയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉള്ള ഒരു നേരിടൽ, അതാണെന്ന് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. ശക്തമായ പരിഹാസത്തിൻ്റെ രൂപത്തിലുള്ള പ്രസംഗം, അത് അതിശക്തമായ രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു. ആ പ്രസംഗത്തിൽ നേരത്തെയും രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ സ്പീക്കർ എങ്ങനെയൊക്കെയാണ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് അത് ഇന്നും തുടരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അംബാനിയുടെയും അദാനിയുടെയും പേര് പറയുമ്പോൾ അപ്പോഴാണ് അദ്ദേഹം വീണ്ടും നാടകീയമായി രണ്ടാമത്തെ ഘട്ടത്തിൽ ആ പേര് പറഞ്ഞു, അയ്യോ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പിന്നെ A1 A2 എന്നാക്കിയത്. അതൊക്കെ ആ പരിഹാസമൊക്കെ എവിടെ ചെന്ന് തറയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ കിരൺ റിജിജു എഴുന്നേൽക്കുന്നു, തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു, അവിടെയും പരിഹാസത്തോടു കൂടിയുള്ള മറുപടി ലഭിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ചക്രവ്യൂഹം യഥാർത്ഥത്തിലൊരു പത്മവ്യൂഹമാണെന്നും ആ പത്മവ്യൂഹം എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളെ ഒരു വരിഞ്ഞു മുറുക്കുന്നതെന്നും പല ഉദാഹരണങ്ങൾ സഹിതം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് നോക്കൂ, ബജറ്റ് പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ കണക്കുകൾ വെച്ച് ഇത്രയാണ് ഇത്ര മേഖലയ്ക്ക് കൊടുത്തിട്ടുള്ളത്, ഇത്ര കുറവാണ് എന്ന് കണക്കുകൾ പറഞ്ഞാൽ എത്ര വിരസമാകുമായിരുന്നു പ്രസംഗം. അങ്ങനെയല്ല, അത് വളരെ കൃത്യമായ രാഷ്ട്രീയ രൂപത്തിൽ തന്നെ ശക്തമായ വിമർശനങ്ങളോട് കൂടി ഉന്നയിക്കുമ്പോൾ കൂടുതൽ അത് ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ പ്രധാനമായും BJPക്ക് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്ന മേഖലകളാണ് കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന പ്രതിഷേധം, അതുപോലെ യുവാക്കളുടെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധം. അപ്പോൾ അവർക്കൊക്കെ എന്ത് കൊടുത്തു ഈ ബജറ്റിൽ എന്നുള്ള ചോദ്യം കൃത്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഈ ചക്രവ്യൂഹത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, രാജ്യത്തിൻ്റെ സമ്പത്ത് 2 പേരിലേക്ക് ചുരുക്കുന്നതിനെക്കുറിച്ച്, ധന കേന്ദ്രീകരണത്തെക്കുറിച്ച് അദ്ദേഹം ശക്തമായി പറയുന്നു. പക്ഷേ അത് തുടങ്ങി വെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ UPA സർക്കാരാണെന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. പക്ഷേ 2ലേക്ക് ചുരുങ്ങുന്നതിനെക്കുറിച്ചാണ് കോൺഗ്രസിൻ്റെ വിമർശനം എന്നുള്ളതാണ്. അതിലൊന്നും കൃത്യമായ മറുപടി യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തിനില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന കർഷകരുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അദ്ദേഹം പറയുമ്പോൾ ഈ MSPയുടെ കാര്യം പറയുന്നു. കർഷകർക്ക് MSP എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോഴും കർഷകർ സമരത്തിലാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ കാണാൻ കർഷകർ വന്നിരുന്നല്ലോ, അവരെ തടഞ്ഞ കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോഴാണ് സ്പീക്കർ ഇടപെട്ടത് കളവാണെന്ന് പറയുന്നതും അത് രാഹുൽ ഗാന്ധിയെ കാണാനെന്ന് പറഞ്ഞപ്പോൾ അകത്തേക്ക് കയറ്റിവിട്ടു എന്ന് പറയുന്നു. അപ്പോഴേക്കും ബൈറ്റ് കൊടുക്കുന്നുണ്ട് അവർ അവിടുന്ന്. അത് തെറ്റാണ് എന്ന് സ്പീക്കർ പറയുന്നു. അത് സാങ്കേതികമായ കാര്യമാണല്ലോ, എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നു. വളരെ കൃത്യമായി പറയാനുള്ള കാര്യങ്ങൾ കർഷകർക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് കർഷകർ ഇപ്പോഴും അവരെ റോഡിനപ്പുറം നിർത്തിയിരിക്കുന്നു. അതായത് റോഡിനപ്പുറം ഇങ്ങോട്ടേക്ക് കടക്കാൻ അനുവദിക്കാതെ, അങ്ങനെയാണല്ലോ അവരുടെ വാഹനങ്ങൾ തടഞ്ഞു വെച്ചിരുന്നത്, സമരക്കാരുടെ വാഹനങ്ങൾ തടഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ അത് വീണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നു. അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിൽ എന്താണ് കൊടുക്കുന്നത്, ന്യൂനപക്ഷങ്ങൾക്ക് എന്താണ് കൊടുത്തിട്ടുള്ളത്, ഈ
ധനമന്ത്രിയെ ഈ ബജറ്റ് തയ്യാറാക്കാൻ സഹായിച്ച 20 പേരിൽ ഈ പറഞ്ഞ 2 പേർ മാത്രം ന്യൂനപക്ഷത്തിൽ നിന്നും ഒരാൾ ഒബിഎസിൽ നിന്നും എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ആ ചിത്രത്തിലില്ല എന്ന് പറഞ്ഞാൽ ആ ചിത്രം പൊക്കി കാണിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ പോസ്റ്ററുകൾ കാണിക്കാൻ പാടില്ല എന്ന് സ്പീക്കർ തടയുന്നുണ്ട്. അപ്പോഴാണ് ഇതെന്താണിത്, ശിവന്റെ ചിത്രവും കാണിക്കാൻ പറ്റില്ല, ഇതും കാണിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് ഇടയ്ക്ക് പൊക്കി താഴേക്ക് വെച്ച് അങ്ങനെ ഒരു കാണുന്നവർക്ക് ഒരു കൗതുകം ഉണ്ടാക്കി ആ പ്രസംഗം മുഴുവൻ കണ്ടിരിക്കാൻ തോന്നും. ഭരണപക്ഷത്തിനും അത് കണ്ട് അവർ ആ ധനമന്ത്രി മുഖം പൊത്തി ചിരിക്കുകയാണ്. അപ്പോൾ താങ്കൾക്ക് ചിരിക്കാനുള്ള കാര്യമല്ല ഞാൻ പറയുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് ശക്തമായ കാര്യങ്ങൾ പറയുമ്പോൾ ഭരണപക്ഷം രാഹുലിനെ നിസ്സാരവൽക്കരിക്കാൻ അല്ലെങ്കിൽ രാഹുൽ പറയുന്ന നിസ്സാര കാര്യങ്ങൾ എന്നാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതങ്ങോട്ട് വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായ മറുപടി പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് മോദി എത്തുന്നില്ല? ഞാൻ പ്രസംഗിക്കുമ്പോൾ നോക്കൂ, ഞാൻ എഴുതി തരാം, ഒരിക്കലും മോദി ഇവിടെ ഉണ്ടാകില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. നോക്കൂ, മുമ്പ് കേട്ടിട്ടുണ്ട് നെഹ്റു AKG പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി വരാറുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നല്ല ആത്മവിശ്വാസമുള്ളവർക്ക് വിമർശനം കേൾക്കാൻ സാധിക്കും. ആ വിമർശനം കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് എന്താണ് തനിക്കെതിരെ പറയുന്നത് കേൾക്കാൻ അദ്ദേഹം സഭയിൽ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ മോദിയും നെഹ്റുവും തമ്മിൽ താരതമ്യമൊന്നുമില്ല. എന്നാൽ പോലും മോദിക്ക് ഈ കരഘോഷവും ജയ്വിളികളും മാത്രം കേട്ടാണ് ശീലം. അതുകൊണ്ട് മോദി അങ്ങനെ വന്നിരിക്കാൻ സാധ്യതയില്ല. യഥാർത്ഥത്തിൽ ഈ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി മറുപടി പറഞ്ഞാൽ മതിയോ? പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതുണ്ടോ? വേണ്ട, ധനമന്ത്രി മറുപടി പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു പക്ഷേ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഒന്നും പറയില്ലായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഒരു പരിഹാസം നിറഞ്ഞ മറുപടിയുമായി അടുത്ത ദിവസം വരുമായിരിക്കാം. അങ്ങനെയാണല്ലോ അന്ന് കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു രൂപത്തിൽ പ്രതികരണം വരുമോ എന്നറിയില്ല. എന്തായാലും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ട് എന്നുള്ളതാണ്. അത് സർക്കാരിനില്ല എന്നുള്ള സാഹചര്യം അവിടെ നിൽക്കുന്നു. ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യമായാലും കർഷകരെ MSPയുമായി ബന്ധപ്പെട്ട കാര്യമായാലും ഈ സഭയിൽ നടത്തി കാണിക്കും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഭരിക്കുമ്പോൾ തന്നെ നിങ്ങളെ കൊണ്ട് നടത്തിപ്പിക്കും എന്നാണ് പറയുന്നത്. അത്രയും ആത്മവിശ്വാസം ഇവിടെ പ്രതിപക്ഷം കാണിക്കുമ്പോൾ അപ്പുറത്ത് പ്രധാനമന്ത്രി നിങ്ങൾക്ക് ആത്മവിശ്വാസം പോയിരിക്കുന്നു എന്ന് കൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആത്മവിശ്വാസത്തിലേക്ക് എത്തിക്കുന്നു. ഈ ജാതി സംവരണം എന്നുള്ള വിഷയം വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? നിതീഷ് കുമാറിനെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അകത്ത് സമ്മർദ്ദം ചെലുത്തേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ സമ്മർദ്ദത്തിലേക്ക് അടിപ്പെടും എന്ന രൂപത്തിലാണ് ഈ പ്രതിപക്ഷം ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കുമെന്ന് ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ പറയുന്ന ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ദളിതരായാലും ആദിവാസികളുമായി വരുന്ന 73% അവർക്ക് എവിടെയും സ്ഥാനമില്ല എന്ന് പറയുന്നു. അദ്ദേഹം യാത്രയിലുടനീളം കണ്ടവരുടെ കാര്യം എല്ലാ പ്രസംഗത്തിലും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഒരു വിശ്വകർമ്മനെ കണ്ട കാര്യം പറഞ്ഞു. വിശ്വകർമ്മൻ ഒരു ടേബിൾ ഉണ്ടാക്കി തരുന്ന വിശ്വകർമ്മൻ, അദ്ദേഹം ഉണ്ടാക്കുന്ന ടേബിളുകൾ എത്തുന്ന ഷോറൂമിലേക്ക് അയാൾക്ക് പോകാൻ പറ്റില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ചെരുപ്പ് കുത്തിയുടെ കാര്യം പറയുന്നു. അപ്പോൾ രാജ്യത്തെ ജനങ്ങളുമായി സംസാരിച്ച കാര്യമാണ് പാർലമെന്റിലും അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് ഭരണപക്ഷം പരിഹസിച്ചുകൊണ്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നില്ല. ഭരണപക്ഷം വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടയ്ക്കിടെ എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്തുന്ന മന്ത്രിമാരെയും ഇടയ്ക്കിടെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന സ്പീക്കറെയുമാണ് നമ്മൾ കണ്ടത്. മോദി, അദാനി, അംബാനി സഖ്യം, അതോടൊപ്പം കൂടെ മൊത്തം വരുന്ന 6 പേർ. ഈ 6 പേർ എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളെ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോഴും അഭിമന്യുവിനെ പോലെ ആകില്ല. ആ ചക്രവ്യൂഹത്തെ തകർക്കാനുള്ള സംവിധാനം നമ്മുടെ പക്കലുണ്ട്. ജനങ്ങൾ അതിനെ മറികടന്ന് പുറത്തേക്ക് വരുമെന്ന് പറയുന്നു. സാധാരണക്കാരായ ജനങ്ങൾ പാത്രം കൊട്ടാൻ പറഞ്ഞപ്പോൾ പാത്രം കൊട്ടിയ ജനങ്ങൾ അവരെയൊക്കെ മോദി കൈവിട്ടു എന്നുള്ള കാര്യമാണ് പരിഹാസ രൂപേണ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അന്ന് മൊബൈലിൽ ടോർച്ച് അടിച്ചവർ, പാത്രം കൊട്ടിയവർ, അവരെയൊക്കെ പറ്റിച്ചു മോദി എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ നല്ല രൂപത്തിലുള്ള പ്രസംഗം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കാഴ്ചവെച്ചിരിക്കുന്നു. ഈ രൂപത്തിൽ പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകാനാവുമ്പോൾ അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാര്യങ്ങളാണ്, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. തിരിച്ച് അതേപോലെ മറുപടി പറയാൻ ഭരണപക്ഷത്തിന് കഴിയാത്തിടത്തോളം സമയം എന്തായാലും രാഹുൽ ഇപ്പോൾ നിലവിൽ ഉത്തരം മുട്ടിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. ഒന്ന്, 2014 മുതൽ 19 വരെയുള്ള ലോക്സഭയിലും 2019 മുതൽ 2024 വരെയുള്ള ലോക്സഭയിലും രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദി വരുമായിരുന്നു. നരേന്ദ്രമോദി വന്നിരിക്കാൻ കാരണം എന്താണ്? 282 സീറ്റിൻ്റെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം 2014, 303 സീറ്റിൻ്റെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം 2019. താനാണ് കേമൻ, താനാണ് രാജ്യത്തിൻ്റെ അധികാരി എന്ന നിലയ്ക്കുള്ള ആത്മവിശ്വാസം നരേന്ദ്രമോദിക്കുണ്ടായിരുന്നു. മറുപക്ഷത്ത് ഒട്ടും തന്നെ ആത്മവിശ്വാസമില്ലാത്തൊരു പ്രതിപക്ഷമായിരുന്നു. പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഉള്ള ആത്മവിശ്വാസം, അതാണ് ഇന്ന് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി നിരീക്ഷിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഞങ്ങളുടെ നേട്ടമെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആത്മവിശ്വാസം എന്നുള്ള വാക്ക് നല്ല രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെ? ആത്മവിശ്വാസം മനുഷ്യർക്ക് ഉണ്ടാകണം എന്നുള്ളത്. ഇവിടെ അഹങ്കാരം എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഞാനാണ് ഈ രാജ്യത്തിൻ്റെ നേതാവ്, ഞാൻ മാത്രമാണ് ഈ രാജ്യത്തിൻ്റെ നേതാവ്. നോക്കൂ, നിങ്ങളെയൊക്കെ ജനങ്ങൾ പുറത്താക്കിയിരിക്കുന്നു. ആകപ്പാടെ 10-20 പേര് എനിക്ക് മുമ്പിൽ ഇരിക്കുന്നു. നിങ്ങൾക്കൊന്നും വലിയ
പ്രസക്തിയില്ല എന്ന മട്ടിലാണ് 2014-ലെയും 2019-ലെയും ലോക്സഭയിൽ നരേന്ദ്രമോദി പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗ സമയത്തൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. 2024-ൽ അദ്ദേഹത്തിന് കഴിയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു തിരിച്ചടിയാണ് നരേന്ദ്രമോദി എന്ന ബിംബത്തിനുണ്ടായിരിക്കുന്നത്. 24-ലെ തെരഞ്ഞെടുപ്പിലെ ജനവിധി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേർഡിക്റ്റ് അഗൈൻസ്റ്റ് മോഡിയാണ്, ഒരു സംശയം വേണ്ട. കാരണം നരേന്ദ്രമോദിയുടെ എന്താ പറയുക ഗ്യാരണ്ടിയും നരേന്ദ്രമോദിയുടെ പടവും മാത്രം വെച്ചുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവർക്കൊന്നും ഉത്തരവാദിത്തമില്ല, മറ്റൊരു നേതാവിൻ്റെയും പടം എവിടെയും കണ്ടിട്ടില്ല. യോഗിയുടെ പോലും പ്രശ്നം എന്തായിരുന്നു? യോഗിയുടെ പടം ചെറുതാക്കി വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയാണ് ഉയർന്നു നിന്നിരുന്നത്. നരേന്ദ്രമോദിയുടെ പടം വെച്ച് നരേന്ദ്രമോദിയുടെ സെൽഫി പോയിന്റുകൾ ഉണ്ടാക്കി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി, നരേന്ദ്രമോദിയുടെ പരിവാർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പം ആ തോൽവിയുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം. സ്വാഭാവികമായിട്ടും അതൊരു ആത്മവിശ്വാസ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നരേന്ദ്രമോദി ഇതിനകത്തേക്ക് വരില്ല എന്നുള്ളത്, ഈ പ്രസംഗം കേൾക്കാൻ വരില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇനി സംഭവിക്കാനിരിക്കുന്നത്. രാഹുൽ ഉത്തരം മുട്ടിച്ചോ എന്ന ചോദ്യത്തിന് 3 പേരുടെയും അഭിപ്രായം യെസ് എന്നു തന്നെയാണ്. Meet the editors.